നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഒരു കാർമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഈ റിലേഷനിൽ എപ്പോഴും നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് ഇഷ്യൂസ് ഉണ്ടാവുക, നിങ്ങൾ ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രശ്നങ്ങൾ ഉണ്ടാവുക, നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരിക, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇഷ്യൂസ് ക്രിയേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ഇഷ്യൂസും ഇല്ല, പുറത്തുനിന്ന് ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്നാണ് പ്രശ്നങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ സ്മൂത്ത് ആയിട്ട് പോകുന്നതിന് തടസ്സപ്പെടുത്തുന്ന സിറ്റുവേഷൻസ് ഈ റിലേഷനിൽ വരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു കർമ്മയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു കാർമിക് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്കിടയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ദ ഫുൾ കാർഡാണ്. ഇവിടെ അങ്ങനെയുള്ള ഇഷ്യൂസ് ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിലും അതിനെ സ്ട്രോങ് ആയിട്ട് നേരിടാനും അതിനെ മറികടക്കാനുമുള്ള ഒരു മനസ്സിനൊരു സ്ട്രെങ്ത് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് നിങ്ങൾക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ കണക്റ്റഡ് ആയിട്ട് നിന്നിട്ട് ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് അതിന് സാധിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആ ഒരു മെന്റാലിറ്റി ഉണ്ട്. എന്ത് പ്രശ്നം വന്നാലും അതിനെ ഫേസ് ചെയ്യാനും അതിനെ ഏത് രീതിയിലായാലും ഓവർകം ചെയ്യാനുമുള്ള ഒരു കഴിവ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ദ വേൾഡ് കാർഡാണ്. ഇവിടെ ഈ ഒരു എനർജി കാണിക്കുന്നത് ഒരു ചേഞ്ച് റിലേഷന്റെ കാര്യത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം വരും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പം ഇവിടെ ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ എനർജി കാർമിക് സിറ്റുവേഷൻ കാണിക്കുമ്പം ഇവിടെ ആ ഒരു കർമ്മയിൽ നിന്നുള്ള പുറത്ത് വരുന്ന സിറ്റുവേഷൻ, ആ ഒരു കർമിക് സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരാൻ നിങ്ങൾക്ക് പറ്റുന്നതായിട്ടാണ്. ഒരു ചേഞ്ച് ഇവിടെ വരും എന്നുള്ളതാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കും മുന്നോട്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതിന് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നൊരു ബ്ലെസ്സിങ്സ് ഉണ്ടാവുകയും ആ ഒരു ബ്ലെസ്സിങ്സിനനുസരിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ റിലേഷന്റെ കാര്യത്തിൽ മുന്നോട്ട് വരികയും ചെയ്യും എന്നതാണ് കാണിക്കുന്നത്. 5 ഓഫ് വാൺസ് എനർജിയാണ്. വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. മെയിനായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എടുക്കുന്നു, നിങ്ങളെ പേഴ്സൺ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളായിരിക്കും അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളെ പേഴ്സൺ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്കായിരിക്കും ചിലപ്പോൾ അത് പെയിൻഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേദന മനഃപൂർവ്വമെങ്കിലും ഇവിടെ ക്രിയേറ്റഡ് ആവുന്നുണ്ട്. അത് നിങ്ങൾ തമ്മിലുള്ള വാക്ക് തർക്കത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും കൂടുതൽ നിങ്ങൾ അകന്ന് പോകുന്ന സിറ്റുവേഷനിലോട്ടും വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. 4 ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ അങ്ങനെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇവിടെ ഈ റിലേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റീയൂണിയൻ ഉണ്ടാവുന്ന, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാവുകയും മിക്കവാറും നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് കാണാനുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ കാണുമ്പോഴായിരിക്കും ഇപ്പം നിങ്ങൾ ഫോണിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നു, അതിനേക്കാൾ കൂടുതൽ ഒരു ഇൻറ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക നിങ്ങൾ തമ്മിൽ നേരിട്ട് കാണുമ്പോഴായിരിക്കും. അപ്പം നിങ്ങൾക്ക് തമ്മിൽ ഒന്നിച്ച് കാണാനും സംസാരിക്കാനും നേരിട്ട് കണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മേശക്കരികിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെ ഒരു റീയൂണിയൻ ഉണ്ടായി റിലേഷൻ വീണ്ടും റീസ്റ്റാർട്ട് ആവും എന്നുള്ളതാണ് കാണിക്കുന്നത്. 2 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇപ്പോഴവരൊരു കൺഫ്യൂഷനിലാണ്. അതായത് റിലേഷന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം, മുന്നോട്ട് ഏത് രീതിയിൽ ഇതിനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ കാണിക്കുന്നുണ്ട്.
ആ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുമ്പം താൽക്കാലികം മാത്രമാണ്. ആ ഒരു കൺഫ്യൂഷൻ വന്നാലേ മുന്നോട്ട് ഒരു ഡിസിഷൻ വരുള്ളൂ. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായാലല്ലേ നമ്മളത് ആ ഒരു കൺഫ്യൂഷന് മാറ്റിവെച്ച് അതിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ ചൂസ് ചെയ്യുള്ളൂ. അതുപോലെ നിങ്ങളുടെ പേഴ്സണും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലോട്ട് എത്തും എന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെ എത്തുമ്പോഴാണ് ഈ റിലേഷനിൽ ഒരു റീയൂണിയൻ മുന്നോട്ട് വരുന്നത് കേട്ടോ. ഏസ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ അവരുടെ ഭാഗത്തു നിന്ന് ആക്ഷൻ ഉണ്ടാവുന്നതായിട്ടാണ്. അവരൊരു ഡിസിഷൻ എടുക്കുകയും ഒരു ആക്ഷൻ ഉണ്ടാവുകയും ആ ഒരു ആക്ഷന്റെ പുറത്തൊരു റീയൂണിയൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ തന്നെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ കൂളായിട്ടിരിക്കുക. വീണ്ടും വീണ്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് പ്രശ്നങ്ങളിലോട്ട് പോവാതെ ആള് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരെയും ഒരു റിയൂണിയൻ റിലേഷൻ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. പ്രോമിസ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ റിലേഷന്റെ കാര്യത്തിൽ അവർ നിങ്ങൾക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നുള്ളത്. ആ ഒരു പ്രോമിസ് അവരെ പാലിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. മെസ്സേജസ് ഓഫ് ലവ് എന്ന് കാണിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നൊരു സ്നേഹത്തോടെയുള്ള മെസ്സേജ് ഉണ്ടാവും. അവരുടെ സ്നേഹം ഒരു മെസ്സേജ് ആയിട്ടോ കോൾ ആയിട്ടോ അവരുടെ ഭാഗത്തു നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ വരും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. സയൻസ് എന്ന് കാണിക്കുന്നുണ്ട്. ഒരു റീയൂണിയൻ ഉണ്ടാവാൻ പോകുന്നതിന്റെ സയൻസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. ചിലപ്പോ അതായത് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കാം, ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ പേഴ്സന്റെ പേര് കാണുന്നുണ്ടായിരിക്കാം. അങ്ങനെ പോസിറ്റീവ് സയൻസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു സയൻസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ക്ലൂസ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ റിയൂണിയന്റെ കാർഡാണ്. സൂൺ എന്നാണ് കാണിക്കുന്നത്. എത്രയും പെട്ടെന്ന് റിലേഷനിൽ ചേഞ്ചസ് വരും, പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം വരും, ഒരു റിയൂണിയൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ആയിരത്തി 1990 വിശാഖം, ഭരണി, ലെറ്റർ ബി, ജൂൺ 1985, ലെറ്റർ ജെ, ജനുവരി, മകീരം 1987, ലെറ്റർ വൈ 1991. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.